ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആയാലോ. നമുക്കിന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ആരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്? എൻ്റെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കയ്യിലേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റായി. അത് DTDCക്കാർ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും കിട്ടിയ പാടെ നമുക്ക് അതേ എക്സൈറ്റ്മെൻറ്റ് കളയാതെ ഇപ്പം തന്നെ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ഇത് തുറന്നപ്പോൾ ഇതുപോലൊരു ബോക്സ് കേട്ടോ. നല്ലപോലെ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഈ റാപ്പിംഗ് ഇങ്ങനെ എന്താ ഈ ബോക്സ് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ സമയം എടുക്കാറുണ്ട് അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എനിക്കിതെന്തോ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് എന്താ പറയുക, ഈ റാപ്പ് ചെയ്യാനും ഇതുപോലെ പാക്ക് ചെയ്യാനും ഒക്കെ എന്തുമാത്രം എഫോർട്ട് എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ആലോചിക്കും. അപ്പോൾ എനിക്കിതൊക്കെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ നോക്കി കുറേ സ്ലോ മോഷനായിട്ട് ഞാൻ ഇതൊക്കെ അഴിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളിങ്ങനെ എന്തിനാണ് യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വരും, എത്ര പേര് ഇത് വ്യൂ ചെയ്യും, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു 19 വയസ്സ് 60 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇനി ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കാൻ പോകുന്നത്. ഒരു 50-60 വയസ്സൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ 20s അല്ലെങ്കിൽ ഈ 20s അല്ലെങ്കിൽ 30s നമ്മളെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അന്നേരം നമുക്കിങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ എത്ര രസമായിരിക്കും. നമ്മുടെ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ശരിക്കും ഞാൻ യൂട്യൂബിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഗിഫ്റ്റ് എന്താണെന്നുള്ളതിലല്ലല്ലോ കാര്യമല്ലേ, എപ്പോഴും തരുന്ന ആ ഒരു എഫോർട്ട് ഉണ്ടല്ലോ, ആ വ്യക്തി ഇടുന്ന ഒരു എഫോർട്ടിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പെർഫ്യൂം ഉണ്ടെന്ന് തോന്നുന്നു, ചോക്ലേറ്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള എന്തോ ഒരു ടോയ് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രേമലൂലൊക്കെ ഉള്ള പോലത്തെ ഒരു ടോയാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കാൻ നല്ല എക്സൈറ്റഡാണ്. പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടും വെറുതെ മണപ്പിച്ച് നോക്കിയതാണ്, ഒരു കാര്യമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ക്ലോത്ത് അല്ലായിരുന്നു അത്, കുറച്ച് സോഫ്റ്റായിട്ടുള്ള വേറൊരു സാധനം, വേറെന്തോ ഒരു മെറ്റീരിയൽ ആയിരുന്നു അത്. ഇതിൽ ഒരു ഫ്ലവർ ഇതുപോലെ കുറച്ചൊന്ന് അഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിനും അത് 2 ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അത് ഫിക്സ് ചെയ്യാനാണ് തോന്നുന്നത്. എനിക്ക് ഇമ്മാതിരി ചില ഭ്രാന്തുകൾ എടുക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളെടുത്ത് ശരിക്കും നോക്കുന്നതിന് പകരം ആദ്യം കൈവച്ച് ഫ്ലവേഴ്സ് തന്നെ ഏറ്റവും സെറ്റായിട്ട് പുറത്തേക്ക് വരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ഫിക്സ് ചെയ്യാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എങ്ങനെ ഊരിയെടുത്ത് ഇനി ആ ഫ്ലവേഴ്സ്, ആ ഇതളുകളൊക്കെ സെറ്റ് ചെയ്ത് ആ ഫ്ലവർ ഒന്ന് ഫ്ലവറായി മാറ്റുമ്പോഴാണ് എനിക്കൊരു സന്തോഷമാവുന്നത്. അത് മൊത്തം സെറ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ഇനി അടുത്ത ഗിഫ്റ്റിലേക്ക് പോലും നോക്കുകയുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ചില വട്ടുപിടിച്ച ഹാബിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഫ്ലവറിൻ്റെ കാര്യം ഏറെക്കുറെ ഓക്കെ. അപ്പോൾ 3 ഫ്ലവേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടാണ്, രസമാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, അല്ല റിയൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അയച്ചു വരുമ്പോഴത്തേക്കും അത് വാടിക്കരിഞ്ഞ് ഉണങ്ങുമല്ലോ. പിന്നെ അതേ 3 കിറ്റ്കാറ്റാണ് ഉണ്ടായിരുന്നത്. ചോക്ലേറ്റ്സ് എന്തായാലും ഇഷ്ടമാണല്ലോ. 3 കിറ്റ്കാറ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ക്യൂട്ട് സാധനം ഒന്ന് പുറത്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ പ്രേമലൂവിൽ നെസ്ലൻ കൊടുക്കുന്ന ഒരു ടോയ് ഉണ്ടല്ലോ, ഒരു വൈറ്റ്, അങ്ങനെ ജസ്റ്റ് ലൈറ്റ് കത്തുന്ന. എനിക്ക് അതുപോലെയാട്ടോ ശരിക്കും തോന്നിയത്. അത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് ലൈറ്റ് കത്തുമായിരിക്കുമോ എന്നൊക്കെ ഓർത്താണ് ഞാൻ അത് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. ഇതെങ്ങനെ വർക്ക് ചെയ്ത്, സൗണ്ട് വരുമോ, ഞെക്കിക്കഴിഞ്ഞാൽ ഒച്ച വരുമോ, ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അതിൻ്റെ അടിയിൽ എന്തോ ബാറ്ററി ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ചെയ്തിട്ടൊന്നും എനിക്കത് പെട്ടെന്നൊന്നും വർക്ക് ആയില്ല കേട്ടോ. ഇനി അത് തന്നെയാണ് സംഭവം എന്ന് ഒന്നുകൂടെ പിന്നീട് ചെക്ക് ചെയ്യണം. ഇത് ഒരു പെർഫ്യൂമാണ് എന്തായാലും. പെർഫ്യൂം ഇങ്ങനെ പെർഫ്യൂം അൺബോക്സ് ചെയ്യുന്നതിൽ അത്ര കരുണയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് കമ്പനിയല്ലേ ഇപ്പോൾ പാക്ക് ചെയ്തതല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 പെർഫ്യൂംസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് നല്ല സ്മെല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു പെർഫ്യൂം ഭയങ്കര പെർഫ്യൂം ലവറല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് പെർഫ്യൂംസ്. നന്നായിട്ട് സ്മെല്ല് ചെയ്യുക എന്നുള്ളതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ 2 പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ കമ്മൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജ്വല്ലറി ഐറ്റമാണ് കമ്മൽ മാത്രമേ അങ്ങനെ അധികം മേടിക്കാറുള്ളൂ, അങ്ങനെ വേറെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല. സോ കമ്മൽ അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇതെല്ലാം കൂടെ പെട്ടിലാക്കി പാക്ക് ചെയ്ത് വെക്കാം.